ഇറ്റലിയിലെ എൽസി ചേച്ചിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? എന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇത് ചീര പാവ്യക്കായിരുന്നു. കഴിഞ്ഞ വീഡിയോയില് ചീര പാവ്യക്കായിരുന്നു. ഇപ്പൊ ചീര പകുതി പാകമായി. അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇപ്പൊ വെക്കാമെന്ന് വിചാരിച്ചു. അടുത്തത് നമ്മൾ സുക്കി താഴെ ചെറുതായപ്പോ തന്നെ സുക്കി നിലത്ത് മുട്ടണത് കൊണ്ട് ഞാൻ കുഴി കുത്തി കൊടുത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അത് ചത്താണ്. കണ്ടോ? ഇതുമ്മ കേറി കിടന്നിരുന്നെങ്കിൽ നിലം മുട്ടിയേനെ. ഇത് കുഴി കുത്തി കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ചത്താണ്. കുഴി കുത്താത്തതേ വളഞ്ഞു. കൂട്ടുകാരെ, കുഴി കുത്താത്തതേ വളഞ്ഞു നിൽക്കാണ്, വളഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇത് ചെത്താണ്. ഇതായിട്ടില്ല, ആവണയ്ക്ക് മുന്നേ തന്നെ ചെത്താണ്. പിന്നെ ഇനി നമുക്ക് സബോളയാണ് പറിച്ചോണ്ടിരിക്കാണ്. സബോള പറിച്ചോണ്ടിരിക്കാണ്. ഇതിപ്പോ മടങ്ങ് കെട്ടി എടുത്തു വെക്കേണ്ട സമയമായി. വേനലല്ലേ, മഴ പെയ്യുന്നതിന് മുന്നേ ഇത് മടങ്ങ് കെട്ടാനായിട്ട്. നമുക്കിതൊന്ന് കഴുകി നോക്കാം എന്തോരം വരൂന്ന്. രണ്ടെണ്ണം തോന്നും. രണ്ട് സബോള 1 കിലോനുണ്ട്. കുഴപ്പമില്ല, 1 കിലോ ഉണ്ട്. അടുത്തത് നമുക്ക് പയറ് ആവണുള്ളൂ. സബോള പറിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ പച്ചമുളക് നടണം. അതിനുവേണ്ടി പാവി നിർത്തിയേക്കാണ്. ഇവിടെ ഏത് പറമ്പിലും അമ്മയുണ്ടാവും. കൃഷികൾ ചെയ്യുന്ന ഏത് പറമ്പിന്റെ മൂലയ്ക്ക് അമ്മ നട്ടുപിടിപ്പിച്ചേക്കണു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തലിടാനും ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താനും ഒക്കെ പയറിന് ഇലത്തൂത്താനും എല്ലാത്തിനും കൂടി ഇവരിവിടെ ഏത് പറമ്പിന്റെ മൂലയ്ക്ക് നോക്കിയാലും ഇങ്ങനെ അമ്മ നട്ടുപിടിപ്പിച്ചേക്കണു. ഇങ്ങനെ ഒരു കഷ്ണം കൊണ്ടു വെച്ചാൽ പിടിപിടിയെന്നാണ് വലുതാവണേ. അന്ന് ഞാൻ പറഞ്ഞ വഴുതനങ്ങയാണിത്. ആ വഴുതനങ്ങ ഇപ്പൊ വലുതായി. നമ്മൾ വിളവെടുപ്പ് നടത്താണ്. വഴുതനങ്ങ വലുതായി. എനിക്ക് ആദ്യം കൃഷിപ്പണിയായിരുന്നു, നാട്ടിൽ വെച്ച് കൃഷിപ്പണിയായിരുന്നു. വാഴയായിരുന്നു. 1500 വാഴ എനിക്കുണ്ടായിരുന്നു. അത് 2018-ലും 2019-ലും വെള്ളം വന്ന് വാഴ മൊത്തം പോയി. 4 ദിവസം കൂടി ഉണ്ടായുള്ളൂ വാഴ വെട്ടാനായിട്ട്. എല്ലാം നല്ല മൂത്ത് നിൽക്കുന്ന വാഴക്കൊലയായിരുന്നു. അതെല്ലാം നശിച്ച് വെള്ളത്തിൽ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി ഞാനായിട്ട് വരുത്തി വെച്ച കടം ഞാനായിട്ട് തന്നെ തീർക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഇറ്റലിയിലേക്ക് പോകുന്നത്. എന്നുണ്ടെങ്കിലും കൃഷിയോട് ഇപ്പോഴും എനിക്ക് വലിയ താല്പര്യം തന്നെയാണ്. എവിടെ ചെന്നാലും കൃഷി ചെയ്യണം എന്നുള്ളതാണ് എന്റെ മനസ്സിൽ. എന്റെ വീഡിയോ കാണുന്നവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇതാണ് നമ്മുടെ വെളുത്തുള്ളി. താഴെ നട്ടായിരുന്ന വെളുത്തുള്ളിയാണിത്. ഇതിങ്ങനെ മെടഞ്ഞ് കെട്ടി വെക്കും. ഒരു ദിവസം ഞങ്ങൾ ഇത് വെയിൽ കൊള്ളിച്ചിട്ടാണ് ഇത് കെട്ടി തൂക്കുന്നത്. ഇത് ഉണക്കാൻ വേണ്ടി ഒരു ദിവസം വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നെയ്തുണ്ടാക്കിയേക്കണ ആമയും കൊണ്ട് നെയ്തുണ്ടാക്കിയേക്കണ. നേരത്തെ ഞാൻ താഴെ കാണിച്ച ആമയില്ലേ, ആ ആമ പൊളിച്ചുണ്ടാക്കി നെയ്തുണ്ടാക്കിയേക്കണ്ടാണ് ഈ തൈതല്. ഇതിങ്ങനെ ഉണക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം വെയിൽ കൊള്ളിച്ചിട്ടാണ് ഇത് എടുത്തു വെക്കുന്നത്. കെട്ടി തൂക്കിയിടും. അപ്പൊ വെളുത്തുള്ളി ഒരു കാരണവശാലും കേടാവില്ല. അടുത്ത പ്രാവശ്യം വെളുത്തുള്ളി ഉണ്ടാവണ വരെ വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ഈ തൈതൽ ഇങ്ങനെ നെയ്ത് ഉണ്ടാക്കുന്നത്. നേരത്തെ താഴെ കാണിച്ച അമ്മ പൊളിച്ച് ഉണ്ടാക്കിയതാണത്. ഇന്ന് സുക്കീനെ വിളവെടുപ്പായിരുന്നു. സവോള, മലഞ്ചാല്, വഴുതനങ്ങ, ചിപ്പോള. Ti piace l'Iliade? Sì, brava, mi fai solo un bravo.